നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാർട്ടിയിൽ തനിക്കെതിരാളികളില്ല എന്നാണ് പിണറായി വിജയന്റെ കണക്കുകൂട്ടൽ. അഥവാ ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ അവരൊന്നും ശക്തരല്ല. തന്നെ വീഴ്ത്താനോ തന്നോളമോ ശക്തരായിട്ടുള്ള ആരും തന്നെ പാർട്ടിയിൽ ഇല്ല എന്നാണ് പിണറായി കരുതുന്നതും ചിന്തിക്കുന്നതുമൊക്കെ. എന്നാൽ പിണറായി ഒന്ന് വീണ് കാണാൻ, പിണറായിയെ വീഴ്ത്താൻ ഒരുപാട് പേർ ഇങ്ങനെ നോക്കിയിരിപ്പുണ്ട്. അത് പിണറായി എന്ന സഖാവ് വീഴുന്നത് കണ്ട് രസിക്കാനല്ല, പാർട്ടിയെ മുച്ചൂടും തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു നേതാവിന്റെ ധാർഷ്ട്യങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ്. പിണറായിയിൽ നിന്ന് പാർട്ടിയെ തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയാണ്. കാരണം ഈ പ്രസ്ഥാനം ഇവിടെ വേണം എന്നുള്ളത് ഒരുപാട് കമ്മ്യൂണിസ്റ്റുകളുടെ, അതായത് ഈ ഒരു പ്രസ്ഥാനം നശിച്ചു പോകരുത്, ഇവിടെ തന്നെ ഉണ്ടാകണം എന്നുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളുടെ ആവശ്യമാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് പിണറായി വിജയൻ വെട്ടി ഒതുക്കിയ ഒരു പട തന്നെ CPM-ൽ ഉണ്ടല്ലോ. അവർ എല്ലാവരും തക്കം നോക്കിയിരിക്കുകയാണ്. അവസരം കിട്ടുമ്പോഴൊക്കെ അവർ പിണറായിക്കിട്ട് കുത്താറുണ്ട്. ഇപ്പോൾ പിണറായിക്ക് നല്ല 8ന്റെ പണി കൊടുത്തുകൊണ്ട് ഒരാൾ തലപൊക്കിയിരിക്കുകയാണ്. നേതാക്കളുടെ ശൈലി മാറ്റം അനിവാര്യം. CPM-നുണ്ടായത് നിസ്സാര തോൽവിയല്ല. അഹങ്കാരവും ധാർഷ്ട്യവും വിലപ്പോകാൻ പോകുന്നില്ല. പിണറായിക്ക് നേരെ വിരൽ ചൂണ്ടി ഒരാൾ ഇപ്പോൾ തലപൊക്കിയിരിക്കുകയാണ്. അയാൾ ചിലതൊക്കെ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. വീണ്ടും അതെല്ലാം അണികളിലേക്കും നേതാക്കളിലേക്കും എത്തിയിരിക്കുകയാണ്. തനിക്കെതിരായ മുറവിളികൾ കെട്ടടങ്ങിയെന്ന് പിണറായി ഒന്ന് ആശ്വസിച്ചതായിരുന്നു. അതായത് വലിയ പ്രതിഷേധങ്ങൾ, പിണറായി നേതൃസ്ഥാനത്ത് നിന്ന് മാറണം എന്നുള്ള ആവശ്യവുമായി ഒരുപാട് പ്രതിഷേധങ്ങൾ തോൽവിക്ക് പിന്നാലെ ഉയർന്നു വന്നിരുന്നല്ലോ. എന്നാൽ ആ രംഗമെല്ലാം ഒന്ന് കെട്ടടങ്ങിയെന്ന് ആശ്വസിച്ചിരുന്ന പിണറായിക്കിട്ട് പണിഞ്ഞ് മുറി കൂടിയാണ് ഒരാൾ കളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ചിന്താവാരികയിൽ ശൈലജ ഒരു വെടിക്കെട്ടാണ് നടത്തിയത്. ആ ലേഖനത്തിൽ ഓരോ വാക്കും ചെന്ന് ഇരട്ടച്ചങ്കന്റെ നെഞ്ചത്തിട്ടാണ് തറച്ചിരിക്കുന്നത്. പിണറായി പക്ഷക്കാർക്ക് മുറുമുറുപ്പ് തുടങ്ങിയിട്ടുണ്ട് ശൈലജയോട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ CPM-ന്റെ ഞെട്ടിക്കുന്ന തോൽവിയിൽ തുറന്നു പറച്ചിലുമായിട്ടാണ് കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ KK ശൈലജ പ്രതികരിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM നേരിട്ടത് നിസാര തോൽവിയല്ലെന്നും ശക്തി കേന്ദ്രങ്ങളിൽ പോലും വലിയ തിരിച്ചടി ഉണ്ടായി എന്നുള്ള ശൈലജയുടെ തുറന്നു പറച്ചിൽ അത് നേരിട്ട് കൊള്ളുന്നത് പിണറായിക്ക് തന്നെയാണ്. കാരണം തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം കാസർഗോഡ് മുതൽ അങ്ങ് പാറശാല വരെ നടന്ന പാർട്ടി യോഗങ്ങളിലെല്ലാം തന്നെ പിണറായിക്ക് നേരെയായിരുന്നു എല്ലാവരും വിരൽ ചൂണ്ടിയത്. കാരണഭൂതനെന്നും കപ്പിത്താനെന്നും വാഴ്ത്തിയവർ പോലും പിണറായിയെ ചവിട്ടി പുറത്താക്കി. പിണറായി പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്നുള്ള ആവശ്യവും വന്നു. എന്നാൽ പിന്നീട് തനിക്കെതിരായ പ്രതിഷേധങ്ങളെയെല്ലാം കെട്ടടക്കാൻ നേതാക്കളെ ഇറക്കി വലിയ കളിയായിരുന്നു പിണറായി നടത്തിയത്. തോൽവിയുടെ കാരണം തന്റെ 7 അയലത്തേക്ക് പോലും വരാതിരിക്കാൻ പിണറായി ആളെ ഇറക്കി പരിശ്രമിച്ചു. പിന്നീട് കാര്യങ്ങൾ കെട്ടടങ്ങുകയായിരുന്നു. പിണറായി വിജയന് നേരെ ഇപ്പോൾ അങ്ങനെ വലിയ വിമർശനങ്ങളൊന്നും ഉയരുന്നില്ല. എന്നാൽ എല്ലാം കെട്ടടങ്ങിയപ്പോഴാണ് ശൈലജ വക ബോംബ് പൊട്ടിയിരിക്കുന്നത്. ഇതിന് വീണ്ടും കിടന്ന് കറങ്ങും. പിണറായിക്കും ഗോവിന്ദനും നേരെ ശക്തമായ പ്രതിഷേധങ്ങൾ പാർട്ടിയിലുണ്ടാകും. KK ശൈലജ പലതും തുറന്നു പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ കാണേണ്ട ഒരു കാര്യമുണ്ട്. KK ശൈലജ ഇപ്പോൾ പിണറായിയെയും പിണറായി കുടുംബത്തെയും തള്ളിപ്പറയുന്നത് ആദ്യമായിട്ടല്ല. മുൻപ് വീണ വിജയനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പാർട്ടി ED ഉദ്യോഗസ്ഥരെ തല്ലിച്ചതയ്ക്കാൻ പോയപ്പോൾ ആ വിഷയത്തിൽ കടുത്ത എതിർപ്പ് ശൈലജയ്ക്കുണ്ടായിരുന്നു. പിന്നീട് വലിയ വിമർശനങ്ങൾ CPM-ന് നേരെ ഉയർന്നു വന്നപ്പോഴും ഈ വിഷയത്തിൽ പ്രതികരിച്ചപ്പോൾ KK ശൈലജ പറഞ്ഞത്, വീണ വിജയന് നേരെ കേസുണ്ടെങ്കിൽ അവർ അത് നേരിടട്ടെ, അല്ലാതെ പാർട്ടിക്ക് അതുമായി യാതൊരു ബന്ധവുമില്ല എന്നായിരുന്നു. വീണ വിജയന് എന്തെങ്കിലും തെളിവുകൾ EDക്ക് സമർപ്പിക്കാനുണ്ടെങ്കിൽ അവർ കൊണ്ടുപോയി സമർപ്പിക്കട്ടെ. ഇതിലേക്ക് പാർട്ടിയെ വലിച്ചിഴച്ചിടേണ്ട കാര്യമില്ല. പ്രതിപക്ഷ നേതാവിനെയും വലിച്ചിഴക്കേണ്ട കാര്യമില്ല എന്നായിരുന്നു KK ശൈലജ പറഞ്ഞത്. അതായത് പ്രതിപക്ഷ നേതാവ് എന്നുള്ള കസേര അത് കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ഒരു ആയുധമായി വീണ്ടും പിണറായി എടുത്ത് പയറ്റണ്ട എന്ന് തന്നെ പറഞ്ഞു വെക്കുകയായിരുന്നു KK ശൈലജ. ഇനിയും പിണറായി പല പ്രിവിലേജുകളും ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അതിനെല്ലാം തുടക്കത്തിലെ തടയിട്ടുകൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു ശൈലജയിൽ നിന്നുണ്ടായത്. ചിന്താവാരികയിൽ ശൈലജ ടീച്ചർ പലതും തുറന്നെഴുതിയിരിക്കുന്നത് അതെല്ലാം ചെന്ന് തറയ്ക്കുന്നത് പിണറായിയിലേക്ക് തന്നെയാണ്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലെ തോൽവി പഠിക്കണമെന്നാണ് ശൈലജ വ്യക്തമാക്കിയിരിക്കുന്നത്. ഉറച്ചു നിന്നവർ പോലും ഇടതുപക്ഷത്ത് നിന്ന് മാറി. പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടും പരിഹരിക്കാൻ ശ്രമമുണ്ടായില്ല. നേതാക്കളുടെയും പ്രവർത്തകരുടെയും ശൈലി മാറ്റം അനിവാര്യമാണ്.
ഭാഷാ ശൈലിയിലും പെരുമാറ്റവും ജീവിത രീതിയും പരിശോധിക്കണമെന്നും കെ ശൈലജ ആവശ്യപ്പെട്ടു. ചിന്തയിലെ ലേഖനത്തിൽ ശൈലജ ഇത് തുറന്നെഴുതുമ്പോൾ അത് പിണറായിക്കിട്ട് തന്നെ കൊള്ളണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ആയിരുന്നില്ലേ എന്നുള്ള ചോദ്യം ഇപ്പോൾ പല കോണിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. നേതാക്കന്മാരുടെ ശൈലി മാറ്റത്തെക്കുറിച്ച് മാത്രമല്ല കെ ശൈലജ പറഞ്ഞിരിക്കുന്നത്, പെരുമാറ്റവും ജീവിത രീതിയും പരിശോധിക്കണം. അതായത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ചില നേതാക്കൾ ജീവിക്കുന്നു, അതിനെ തുറന്നു കാണിക്കുകയാണ് കെ ശൈലജ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആ ആശയങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് ജീവിക്കുന്നത് ആരാണ്? അതിലൊന്നാമൻ പിണറായി തന്നെയാണ്. പിണറായി എല്ലാ കാലത്തും കുടുംബത്തിന് വേണ്ടി ജീവിക്കുകയാണ്. പാർട്ടിയെ വിറ്റും പാർട്ടിയെ ഉപയോഗിച്ചും കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ് പിണറായി വിജയൻ. അത് പൊളിച്ചു കാണിച്ചിരിക്കുകയാണ് കെ ശൈലജ. തിരിച്ചുവരവ് അനിവാര്യമാണ് എന്ന പേരിലായിരുന്നു ശൈലജയുടെ ലേഖനം. LDFന് 99 സീറ്റിൽ നിന്ന് 35ലേക്ക് ചുരുങ്ങേണ്ടി വന്നു. പല ഘടകകക്ഷികൾക്കും ഒരു സീറ്റ് പോലും ലഭ്യമായില്ല. അവർക്കെല്ലാം പഴയ സ്ഥിതി വീണ്ടെടുക്കാൻ കഴിയണം. BJP 3 സീറ്റുകൾ നേടിയത് ഗൗരവതരമായ കാര്യമാണെന്നും ലേഖനത്തിൽ പറയുന്നു. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ഉത്കണ്ഠയുണ്ടാക്കുന്ന വ്യതിയാനമാണ്. പ്രശ്നങ്ങൾ യഥാസമയം പരിഹരിച്ചില്ലെന്നും ലേഖനത്തിൽ വിമർശിക്കുന്നുണ്ട്. CPMന് അടുത്ത കാലത്തുണ്ടായ സംഘടനാ ദൗർബല്യം മുതലുള്ള കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടായിരുന്നു ശൈലജയുടെ ലേഖനം. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ ഗൗരവമായി കാണേണ്ടതുണ്ട്. സമരം നടത്തുന്നതിന്, ജനങ്ങളെ അണിനിരത്തുന്നതിന് സഹായകമായ രീതിയിൽ പ്രാദേശികമായും മുകൾ തട്ടിലും അതിശക്തമായ സംഘടനാ പ്രവർത്തനം ചിട്ടയോടെ നടത്തണം. പാർട്ടി ബ്രാഞ്ചുകൾ, ലോക്കൽ കമ്മിറ്റികൾ തുടങ്ങിയവയുടെ പ്രവർത്തനം അല്പം പിന്നാക്കാവസ്ഥയിലായിട്ടുണ്ട്. വർഗസമരത്തിലുള്ള ഊന്നലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനാ ചിട്ടയും ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് എന്നും ശൈലജ ചൂണ്ടിക്കാണിക്കുന്നു. പ്രവർത്തകരുടെയും നേതാക്കളുടെയും എല്ലാം പെരുമാറ്റവും ഭാഷാ ശൈലിയും ജീവിത രീതിയും പരിശോധിക്കുകയും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തുകയും വേണം. ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഉണ്ടായ വോട്ട് ചോർച്ച പരിശോധിക്കണം. തെറ്റിദ്ധാരണകളുടെ പുറത്ത് ചിലർ ഇടതുപക്ഷത്തു നിന്നും മാറിയിട്ടുണ്ട്. ഇത്തരം ആളുകളെ തിരികെ കൊണ്ടുവരാൻ സാധിക്കണം. CPIM പ്രമുഖരായ ചില പാർട്ടി വിട്ടുപോകുകയും UDFുമായി ചേർന്ന് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു. ഇടതുപക്ഷ അനുഭാവികളെയും പാർട്ടി മെമ്പർമാരെയും കാര്യങ്ങൾ ധരിപ്പിച്ച് വീഴ്ച തിരുത്തി മുന്നോട്ടു പോകാൻ കഴിയണം. നുണപ്രചാരണങ്ങളെ അതിജീവിക്കാൻ സാധിക്കണം എന്ന നിർദ്ദേശവും കെ ശൈലജ മുന്നോട്ട് വച്ചിട്ടുണ്ട്. മതവിശ്വാസത്തെയും ആരാധനാ സമ്പ്രദായത്തെയും ആരാധനാലയങ്ങളെയും സംരക്ഷിക്കാൻ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇടതുപക്ഷമാണ്. ഒരു മതത്തിന്റെയും ആരാധനാലയങ്ങളെ ആക്രമിക്കുന്നതിനോ നശിപ്പിക്കുന്നതിനോ ഇടതുപക്ഷത്തിന് കൂട്ടുനിൽക്കാൻ കഴിയില്ല. വിശ്വാസികൾക്ക് വിശ്വാസവും പ്രാർത്ഥനയും സംരക്ഷിക്കാൻ സാധിക്കണം. അത് ആക്രമിക്കപ്പെടുമ്പോൾ സംരക്ഷണ കവചമായി നിന്നിട്ടുള്ളത് ഇടതുപക്ഷമാണ്, പ്രത്യേകിച്ചും കേരളത്തിൽ. എന്നാൽ അതെല്ലാം മറന്ന് ഇടതുപക്ഷം മതത്തിനും വിശ്വാസത്തിനും എതിരാണെന്ന ദുഷ്പ്രചാരണത്തിൽ വീണുപോകുന്ന കുറച്ചുപേരെങ്കിലും ഉണ്ടാകും എന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നതെന്നും കെ ശൈലജ വ്യക്തമാക്കി. ജൻസിക്ക് വേണ്ടി ഇടതുപക്ഷ സർക്കാർ ചെയ്ത പുതിയ പ്രവർത്തനങ്ങൾ അവരെ പഠിപ്പിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന വിമർശനവും കെ ശൈലജ മുന്നോട്ട് വെച്ചു. കേരളീയ സമൂഹത്തിൽ വന്നിട്ടുള്ള പരിവർത്തനവും അതിന്റെ ഭാഗമായിട്ടുള്ള പുതുതലമുറയിൽ ഉണ്ടായിട്ടുള്ള മാറ്റവും ഇടതുപക്ഷം സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടതുണ്ട്. 2016 8 വയസ്സുള്ള കുട്ടി 2026 വോട്ടവകാശമുള്ള പൗരനായി മാറിയിട്ടുണ്ട്. 2016 മുൻപുള്ള കേരളത്തെക്കുറിച്ചോ കടന്നുവന്ന പാതകളെക്കുറിച്ചോ പുതിയ തലമുറയിൽ പലർക്കും അറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. കേരളത്തിന്റെ സാധ്യതകളേക്കാൾ കൂടുതലായിരിക്കും അവരുടെ പ്രതീക്ഷകൾ. അതിൽ കുറവ് വരുമ്പോൾ സ്വാഭാവികമായും ഭരിക്കുന്നവർക്കെതിരെ ചിന്തിക്കാൻ തുടങ്ങും. ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങളും കേരളത്തിലെ ജൻസിക്ക് വേണ്ടി ഇടതുപക്ഷ സർക്കാർ ചെയ്ത പുതിയ പ്രവർത്തനങ്ങൾ അവരെ പഠിപ്പിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. മാധ്യമരംഗത്തും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും ഒക്കെ പുതിയ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് ജൻസിയുടെ ഭാഷയിൽ അവരെ സമീപിക്കാൻ ഇടതുപക്ഷത്തിന് വേണ്ടത്ര കഴിഞ്ഞില്ല എന്നും കെ ശൈലജ വിമർശിച്ചു. അതായത് കെ ശൈലജ പാർട്ടിക്കുണ്ടായ മൊത്തത്തിലുള്ള ഒരു ദൗർബല്യത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്രത്തോളം ആഴത്തിൽ പാർട്ടിക്കുണ്ടായ പിടിപ്പുകേടുകളെ തുറന്നു കാണിക്കാൻ ഇതുവരെ ഒരു നേതാക്കളും തയ്യാറായിട്ടില്ല. പലർക്കും പലതും തുറന്നു പറയണമെന്നുണ്ട്. പക്ഷേ പിണറായിയെ ഭയന്നിട്ടോ അല്ലെങ്കിൽ പിണറായിയെ എതിർക്കാൻ കഴിയാത്തത് കൊണ്ടോ പലരും മിണ്ടാതിരിക്കുന്നു. പക്ഷേ ഇവിടെ പിണറായി വിജയനും, അതായത് പാർട്ടിയുടെ പല യോഗങ്ങളിലും തിരുത്തൽ വരുത്തണം എന്നുള്ള ആവശ്യങ്ങളൊക്കെ വന്നപ്പോഴും പിണറായിക്കും ഗോവിന്ദനും നേതൃത്വത്തിനു നേരെ വലിയ വിമർശനം ഉയർത്തിക്കൊണ്ട് താഴെത്തട്ടിലുള്ള നേതാക്കൾ വരെ പ്രതികരിച്ചിരുന്നു. പക്ഷേ അത് മേൽത്തട്ടിലേക്ക് എത്തിയപ്പോൾ അതെല്ലാം ഗോവിന്ദനും പിണറായിക്കും എതിരായ വാചകങ്ങളെല്ലാം വെട്ടിത്തിരുത്തുകയാണ് ചെയ്തത്.
പാർട്ടിക്ക് താഴെ തട്ടിലാണ് പ്രശ്നം പറ്റിയത് എന്ന് വരുത്തി തീർക്കാനായിരുന്നു നേതൃത്വം ശ്രമിച്ചത്. അതിലൊക്കെ അതൃപ്തരായി നിൽക്കുകയാണ് വലിയൊരു വിഭാഗം പ്രവർത്തകർ. ഇവരൊക്കെ ഒരവസരം കിട്ടുമ്പോൾ വീണ്ടും ഇട്ട് പണിയാൻ നിൽക്കുകയാണ്. ഈ ഒരു സമയത്താണ് കെ ശൈലജ പലതും തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ കാണേണ്ട മറ്റൊരു വസ്തുതയുമുണ്ട്. കെ ശൈലജയെ വെട്ടി നിരത്തുന്നതിന് വേണ്ടിയായിരുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം അവർക്ക് സീറ്റ് കൊടുത്ത ഒരു രീതി പോലും നമുക്ക് മനസ്സിലാകുന്നത്. വടകരയിൽ കൊണ്ടു നിർത്തി CPMകാർ തന്നെ അവരെ തോൽപ്പിച്ചു. മട്ടന്നൂരിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമായിരുന്ന കെ ശൈലജയെ കൊണ്ടുപോയി പേരാവൂരിൽ നിർത്തി. പിണറായി വിജയൻ അതിബുദ്ധി കാണിച്ചതാണ്. അതായത് ജനപ്രീതിയുള്ള നേതാക്കളെ വെട്ടി നിരത്തി വീണ്ടും തനിക്കും മരുമകനും അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ, അവർക്ക് വേണ്ടിയുള്ള ഒരു വഴി വെട്ടാൻ നീക്കം നടത്തിയതാണ്. പക്ഷെ ഓർത്തില്ല അടപടലം പണി പാളുമെന്ന്. കെ ശൈലജയെ ഈ അടുത്ത കാലത്തായിട്ട് പി ജയരാജനെയൊക്കെ വെട്ടി നിരത്തിയതുപോലെ പിണറായിയുടെ ഒരു കടുത്ത എതിരാളിയായി കെ ശൈലജ മാറിയിരുന്നു. പിണറായിക്ക് അങ്ങനെ അങ്ങ് തോന്നി. കാരണം പിണറായി വിജയന്റെ ഒന്നാം സർക്കാരിൽ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മന്ത്രിയെ ഉണ്ടായിരുന്നുള്ളൂ. അത് കെ ശൈലജയായിരുന്നു. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാകണമെന്നുള്ള ചോദ്യത്തിന് അത് കെ ശൈലജ ആയിരിക്കണമെന്ന് ജനം പറഞ്ഞെടുത്താണ് പിണറായിക്ക് കെ ശൈലജയോട് വിരോധം തോന്നി തുടങ്ങുന്നത്. തന്റെ തലയ്ക്ക് മുകളിൽ ശൈലജ വളർന്നു എന്നുള്ള ഒരു തോന്നൽ പിണറായിക്ക് വന്നതോടെ കടയ്ക്കലാണ് വെട്ടിയത്. പിന്നത്തെ ഒരു സ്ഥിതി നമ്മൾ കണ്ടതായിരുന്നു. കെ ശൈലജ എവിടെ തോൽക്കുമോ അവിടെ കൊണ്ട് നിർത്താനുള്ള ഒരു വ്യഗ്രത പിണറായി വിജയനിൽ ഉണ്ടായി. തനിക്ക് മട്ടന്നൂരിൽ തന്റെ സീറ്റ് വേണമെന്ന് കെ ശൈലജ ആവശ്യപ്പെട്ടപ്പോഴും അതുപോലും ചെയ്യാതെ അവരെ പേരാവൂരിൽ കോൺഗ്രസിന്റെ കോട്ടയിൽ കൊണ്ടു നിർത്തി. ഇത് മാത്രമല്ല, ആ തളിപ്പറമ്പിലെങ്കിലും കൊണ്ട് നിർത്തിയാൽ മതിയായിരുന്നു. പുഷ്പം പോലെ കെ ശൈലജ ജയിക്കുമായിരുന്നു. വീണ്ടും അതായത് CPMന് ഒരു പിൻഗാമി ആവശ്യമാണ് ഈ ഒരു ഘട്ടത്തിൽ. അത് കൃത്യമായി കെ ശൈലജയിലൂടെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. അവരെ മുൻനിർത്തി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നുവെങ്കിൽ ഉറപ്പായും CPMന് കുറച്ചുകൂടി സീറ്റുകൾ കിട്ടുമായിരുന്നു. അതിനെല്ലാം കൊണ്ട് തൊലച്ചത് പിണറായി വിജയൻ ഒരാളാണ്. തനിക്ക് കണ്ണിന് കണ്ടുകൂടാത്ത എല്ലാവരെയും വെട്ടി നിരത്തുന്നതിന് വേണ്ടി സീറ്റ് കൊടുക്കാതെ മാറ്റി നിർത്തി. സീറ്റ് കൊടുത്തവർക്കാകട്ടെ അവർ തോൽക്കുന്ന മണ്ഡലങ്ങളിൽ കൊണ്ടുപോയി കൊടുത്തു. ഇതെല്ലാം ഉള്ളിൽ കിടന്ന് പുകയുന്നുണ്ടല്ലോ. അതുകൊണ്ട് പലതും വെട്ടി തുറന്ന് പറയുകയായിരുന്നു കെ ശൈലജ. പിണറായി കിട്ടി നല്ല ഒന്നാം തരം അടി കൊടുത്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.